ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു ആഘോഷം എന്നുള്ളതാണ്. അപ്പോൾ കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല ശുദ്ധമാക്കി വെക്കണം എന്നാണ്. അപ്പോൾ രാവിലെ തൂത്ത് അതുപോലെ ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം കേട്ടോ. അപ്പോൾ ആ വിളക്കിരുന്ന പലകയൊക്കെ നന്നായിട്ട് തേച്ച് അത് രാവിലെ തന്നെ ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് വെയിലത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണ്ണൻ. ഇത് ഞങ്ങളൊരു ഉത്സവത്തിന് പോയപ്പോൾ മേളയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നല്ല രസമാട്ടോ കണ്ണനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ക്യാമറയെക്കാളും നല്ലത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണനെയൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വൈകുന്നേരം കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചക്ക വെട്ടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ചക്ക നോക്കി വെട്ടി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാങ്ങ പറിക്കാൻ പോയ സമയത്ത് കണ്ട കാഴ്ചയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ വെള്ള റോസയാണ് കേട്ടോ. ഇത് വള്ളി പോലെ പടരുന്ന ഒരു ടൈപ്പ് റോസയാണ്. നമുക്ക് കമ്പിയിലൊക്കെ വളച്ച് ഇങ്ങനെ ആർച്ച് പോലെ വെക്കാൻ നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിറയെ മുട്ട് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് നിറയെ പൂത്ത് വരുമ്പോൾ ഞാനിത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ് കണിയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് 2-3 നാട്ടു മാങ്ങ കിട്ടിയിട്ടുണ്ട്. പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞങ്ങൾ കണിയിൽ വെച്ചത്. അങ്ങനെ അടുത്ത പരിപാടി കൈതച്ചക്ക തപ്പലാണ്. ഞങ്ങളുടെ ഇവിടെ ഇഷ്ടം പോലെ കൈത ഉണ്ട് ഗൈസ്. പക്ഷേ ഒരു കൈതച്ചക്ക പോലും കിട്ടിയില്ല. കാരണം നിറയെ പന്നി കൈതച്ചക്ക നശിപ്പിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ പന്നിയുണ്ടോ ഗൈസ്? എങ്ങനെയാണ് അതിന്റെ ശല്യം? ഇവിടെ ഭയങ്കര പന്നിശല്യമാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കൈതച്ചക്കയൊക്കെ അടിച്ച് ഒടിച്ചിട്ടേക്കുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കൈതച്ചക്ക കിട്ടുമെന്ന്. അങ്ങനെ ഇങ്ങനെ തപ്പി വന്നപ്പോഴത്തേക്കും ഒരു കൈതയുടെ ഇടയിൽ ഒരു കുഞ്ഞി ചക്ക ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കണിക്ക് വേണ്ടിയിട്ടുള്ള കൈതച്ചക്ക ഞങ്ങൾ സെറ്റ് ആക്കി ഗൈസ്. അങ്ങനെ വൈകുന്നേരത്തോട് കൂടി കണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ അരി എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല ചുമന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുഞ്ഞുരുളിയിലാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഒരു കുഞ്ഞു കണി ഒരുക്കമാണ്. പിന്നെ കുറച്ച് ഒരു 2 തണ്ട് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. കാരണം ഞങ്ങളുടെ ഇവിടെ കണിക്കൊന്ന മരം ഉണ്ട്. അത് നേരത്തെ പൂത്ത് തീർന്നു പോയി ഗൈസ്. അങ്ങനെ കണിക്കൊന്ന ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ 1-2 പേരോട് ചോദിച്ച് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ 2 തണ്ട് കണിക്കൊന്ന കേട്ടോ. ഇവിടെയൊക്കെ ഒരു 5 പിടി കണിക്കൊന്നയ്ക്ക് 100 രൂപയാണ് ഗൈസ്. പിന്നെ കുറച്ച് മയിൽപ്പീലി ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വെക്കണമെന്നാണല്ലോ. അങ്ങനെ ഞാൻ രാമായണമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഒരു ഓടക്കുടലാണ്. ഇത് ഞാനൊരു ഉത്സവത്തിന് പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടങ്ങ് വാങ്ങിച്ചതാണ്. ഇതിന് 50 രൂപയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണന്റെ ഓടക്കുടലും അതിലൊരു മയിൽപ്പീലി. അങ്ങനെ അത് കണിക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കണിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. തേങ്ങയും അതുപോലെ തന്നെ മാങ്ങ, കൈതച്ചക്ക, ചക്ക, പിന്നെ വെള്ളരിക്ക, പിന്നെ നമ്മുടെ കണി കാണുന്ന മത്തങ്ങ ഉണ്ടല്ലോ അത്, പിന്നെ ഓറഞ്ച്, നാരങ്ങ, പിന്നെ നമ്മുടെ പഴം, മുന്തിരി, ആപ്പിള്, അങ്ങനെ എല്ലാം കണിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണി ഒരുക്കുവാണ് ഗൈസ്. അപ്പോൾ ഞാൻ കൃഷ്ണനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ പിറകിൽ ഞാൻ മയിൽപ്പീലി ഒന്ന് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെ കൃഷ്ണനെ നന്നായിട്ട് വെച്ചു. പിന്നെ തെച്ചിയും തുളസിയും കൂടെ കെട്ടിയ ഒരു മാലയാണ് കൃഷ്ണൻ ഇട്ട് കൊടുക്കുന്നത്. കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ കൃഷ്ണൻ ഒരു മാല ചാത്തിയിട്ടുണ്ട്. ഞാൻ വിളക്ക് വെച്ചു ഗൈസ്. വിളക്കൊക്കെ നന്നായിട്ട് ഒരുക്കി. പിന്നെ അതുപോലെ നമ്മൾ കണിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ ഉരുളിയിൽ നല്ല രീതിക്ക് അടുക്കി വെച്ചു കേട്ടോ. പിന്നെ കണിക്കൊന്നൊക്കെ സെറ്റ് ചെയ്തു. രാത്രിയിലേക്ക് കൂടി കണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ചെറിയ ഒരു വലിയ വിഷുക്കണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും കണിയൊക്കെ ഒരുക്കിയോ? എല്ലാവരുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു അടിപൊളി വിഷു ആശംസകൾ. അപ്പോൾ ടാറ്റാ.